ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇടയ്ക്ക് കുറേ നാൾ സെയിൽ പോസ്റ്റും പിന്നെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രണ്ടും അല്ല, സെയിൽ പോസ്റ്റും അല്ല, അപ്ഡേഷനും കാര്യങ്ങളൊന്നും അല്ല. ഇന്ന് ഗാർഡനിൽ അങ്ങനെ കുറച്ച് ഫ്ലവറൊക്കെ നിൽക്കുമ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോസ് എടുത്ത് വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഫ്ലവറൊക്കെ ആകുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട പൂക്കളൊക്കെ കുറച്ച് ക്യാമറയിൽ എടുത്ത് വെക്കും, സൂക്ഷിച്ച് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെറൈറ്റീസ് ഇതൊക്കെയാണ് എന്നുള്ളത് കാണാമല്ലോ. അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നോക്കുമ്പോഴത്തേക്കും ടൈഗർ റോസ് ഒരുപാട് ഇങ്ങനെ പൂക്കളായിട്ട് നിൽക്കുന്നു. ഒരു 3-4 ടൈഗർ റോസ് ഒരുമിച്ച് ഫ്ലവറായി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അത് ജസ്റ്റ് ക്യാമറയിൽ എടുത്ത് വെച്ചു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഫ്ലാഷ് ഫയർ റോസ് എന്നാണ്. ഞാൻ ടൈഗർ റോസ് എന്നാണ് കോമണായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ട്, ഫ്ലാഷ് ഫയർ റോസ് എന്നാണ് ഇതിൻ്റെ ഒരു ഐഡിയ കേട്ടോ. ഈ ഒരു റോസിൻ്റെ ഐഡിയ ഇതിങ്ങനെ ഫ്ലവറായിട്ട് നിൽക്കുന്നത് നമുക്ക് ചിലപ്പോൾ എപ്പോഴും കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഫ്ലവർ വന്ന സമയത്ത് വീഡിയോ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരണമെന്ന് തോന്നി, അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കുറച്ച് പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വാട്സപ്പിൽ റിപ്ലൈ തരുന്നില്ല, എന്താ കാര്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളതാണ്. നിങ്ങൾക്ക് രാവിലെ റിപ്ലൈ തന്നിട്ടില്ല, ഉച്ചയ്ക്ക് നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈവനിങ് ഒരു നൈറ്റ് ഒരു 10:30-ക്കുള്ളിൽ എല്ലാ പേർക്കും 10-11 മണിക്കുള്ളിൽ എല്ലാ പേർക്കുള്ള റിപ്ലൈ ഞാൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതുപോലെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത്. കാരണം എന്താണ് ഇഷ്യൂസ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്യൂ എന്നല്ല, നല്ലൊരു കാര്യമാണ്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഉടനെ തന്നെ ഏകദേശം ഒരു 2-3 വീക്സിനുള്ളിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. നല്ലൊരു കാര്യമാണ്, അതിപ്പോൾ പറയുന്നില്ല. ഏകദേശം ഒരു 2-3 വീക്സിനുള്ളിൽ ഞാൻ നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് കൂടുതലായിട്ടും സെയിൽ പോസ്റ്റും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇടാതിരിക്കുന്നത്. കാരണം ഒരുപാട് സെയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാനോ ഒന്നിനിപ്പം ടൈം കിട്ടുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് ഓൺലൈൻ ക്ലാസ് ഡിഗ്രിയുടെ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ അതിനിടയിൽ ഇതും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ കറക്റ്റ് കോളിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഞാൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. എനിക്ക് ഒരു 10:30-ക്കുള്ളിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും എന്നുള്ളത്. എന്നിരുന്നാൽ പോലും നിങ്ങൾ കുറച്ച് പേരൊക്കെ ഇത് കാണാഞ്ഞിട്ടായിരിക്കും പക്ഷേ ചിലപ്പോൾ ഞാൻ ഇടുന്ന ഒരു വീഡിയോ അവർ കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ ഒരു പോർഷൻ അവർ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാവണം ചിലപ്പോൾ എന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കോൾ ചെയ്യും, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഓൺലൈനിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു കോൾ ചെയ്യുമ്പോൾ കുറേ കോൾസ് ഉണ്ടാവും. അത് നമ്മൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അവരുടെ തന്നെ ഒരു 7-8 കോൾ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ചിലപ്പോൾ എൻക്വയറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്നതാണ്. അപ്പോൾ അവർ മനഃപൂർവ്വം ഞാൻ അവരെ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോൾ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്. എന്താ മെസ്സേജ് നോക്കാതെ മെസ്സേജ് നോക്കിക്കൂടെ, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു, എന്താ കോൾ അറ്റൻഡ് ചെയ്യാതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എല്ലാം കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ എല്ലാവർക്കും 10:30-ക്കുള്ളിൽ റിപ്ലൈ തരും. അത് ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട. സെയിലിൻ്റെ ആയാലും എല്ലാത്തിനും ഞാൻ ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ, നെക്സ്റ്റ് ഡേ ആവാതെ തന്നെ ഞാൻ മാക്സിമം റിപ്ലൈ ഇടും. പിന്നെ 1-2 ചാറ്റ് ചിലപ്പോൾ നമ്മൾ കാണില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെസ്സേജ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരുപാട് ചാറ്റ് വരും. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ കൊടുത്ത് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഒന്നിനും തുടങ്ങുകയാണ്. കാരണം ഫസ്റ്റ് റിപ്ലൈ കൊടുത്ത ആൾ എന്തായാലും ലാസ്റ്റ് സമയം ഓൺലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മെസ്സേജ് വരും. അപ്പോൾ അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്ത് തരുന്നത്. അതിനകത്ത് ഓർഡർ കൺഫേം ആക്കുന്നവരുണ്ട്, ചിലർ ഡൗട്ട് ചോദിക്കുന്നവരുണ്ട്, ചിലപ്പോൾ മുമ്പ് മേടിച്ച പ്ലാൻസിൻ്റെ അപ്ഡേറ്റ് പറയുന്നവരാണെങ്കിൽ ചിലപ്പോൾ പ്ലാൻസ് കിട്ടി ഓക്കെ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്നവരായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുവാണ്, ഇങ്ങനൊരു കാര്യമുണ്ട്. ഞാൻ ഈവനിങ്ങിനുള്ളിൽ എല്ലാ പേർക്കും റിപ്ലൈ തരും. അതുപോലെ തന്നെ കോൾസ് വിളിക്കുന്നവരായാലും നിങ്ങൾ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഈവനിങ്, അതായത് നൈറ്റ് 10-11 മണിക്കുള്ളിൽ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഉടനെ തന്നെ ഒരു കോംബോ ഉണ്ടാകും. കാരണം ഇവിടെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ആ പ്ലാൻസ് എല്ലാം എനിക്ക് കോംബോ ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരണമെന്നുണ്ട്. കാരണം ഇപ്പോൾ പ്ലാൻസ് എല്ലാം സെയിലാക്കുക എന്നുള്ളൊരു ടാസ്ക് കൂടെ ഉണ്ട് എനിക്ക്. ഇപ്പോൾ കുറച്ച് പ്ലാൻസ് ഇവിടെ
ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്ലാൻസ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഏകദേശം ഒരു 2 വീക്സ് ഒന്നും ആവില്ല, അതിന് മുമ്പ് തന്നെ എനിക്കത് പറയേണ്ടി വരും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നവരുണ്ട് കുറച്ച് പേര്. പേഴ്സണലായിട്ടൊന്ന് ചോദിക്കുന്നവരുണ്ട്, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് സ്നേഹം തരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് പേരൊക്കെ മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പ്ലാൻസൊക്കെ അയച്ചു തരും. എന്തെങ്കിലും ഡിലേ വരുന്നത് ഞാൻ നിങ്ങൾക്ക് അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റാಗಿ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്തവർ ഞാൻ അപ്ഡേറ്റ് ഇടുമ്പോഴത്തേക്കും പ്ലാൻസ് അവിടെ എത്തുന്നവർ നെക്സ്റ്റ് ഡേ തന്നെ പോയി കളക്ട് ചെയ്യുക, പെട്ടെന്ന് തന്നെ പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഡിലേ ഒക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് മെസ്സേജ് ഇട്ട് അറിയിക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. കാരണം അത്യാവശ്യം റെയർ ആയിട്ടുള്ള റോസസിൻ്റെ പ്ലാൻസ് ആണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മേടിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മാക്സിമം മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി കുറച്ച് പ്ലാൻസ് പെൻഡിങ് ഉണ്ട്, അത് വരുന്ന തിങ്കളാഴ്ച തന്നെ അയച്ച് തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മുതൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടിയില്ല എന്നുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഞാനത് ഈ നൈറ്റ് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ട് റിപ്ലൈ ആയിരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പ്ലാൻസ് ഇപ്പോൾ ഒരെണ്ണം മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുക എന്ന് വേണ്ട, എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ മതി. ഒന്നുകിൽ ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് അത് അയച്ചു തരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്